ഒരു 8 വർഷം മുമ്പ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ കണ്ടം വഴി ഓടുന്ന ഒരാളായിരുന്നു ഞാൻ. അത്രയ്ക്ക് എനിക്ക് പേടിയാണ്. കല്യാണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ആദ്യമായിട്ട് കണ്ടത് 8 മാസം പ്രായമുള്ള ഒരു പട്ടിക്കുഞ്ഞിനെയാണ്. അതാണ് എൻ്റെ ലിയോക്കുട്ടൻ. അവനെ കണ്ടതും എൻ്റെ കൺട്രോൾ പോയി. ദൈവമേ, എങ്ങനെ ഞാൻ ഈ വീട്ടിൽ ജീവിക്കും? ഇതായിരുന്നു എൻ്റെ ചിന്ത മുഴുവനും. പക്ഷേ അന്നത്തെ ദിവസം രാത്രി തന്നെ അമ്മയും രോഹിത്തും തെളിയിച്ചു തന്നു ലിയോ അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണെന്ന്. രാത്രി രോഹിത്ത് വെപ്രാളത്തിൽ ഓടുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ലിയോ ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു പട്ടി ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം എന്താ ഇത്ര വലിയ പ്രശ്നം എന്നായിരുന്നു ഞാൻ ആലോചിച്ചത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം അമ്മയും രോഹിത്തും ഒക്കെ ലിയോൻ്റെ ചുറ്റിനും ഇരുന്നിട്ട് ലിയോന് ഫുഡ് വാരി കൊടുക്കുന്നു. എനിക്ക് നല്ല കോമഡി ആയിട്ടാണ് തോന്നിയത്. പോകെ പോകെ ഇവരുടെ റിലേഷൻ നന്നായിട്ടൊന്ന് ഞാൻ പഠിച്ചപ്പം എനിക്ക് ചെറുതായിട്ടൊരു ആഗ്രഹമൊക്കെ തോന്നി, ലിയോനെ ഒന്ന് തൊടണമെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ വന്നതിന് ശേഷം ലിയോൻ്റെ ഫ്രീഡം അങ്ങോട്ട് പോയി. എല്ലാ സ്ഥലത്തും ഓടിച്ചാടി നടന്നിരുന്ന ലിയോ ഞാൻ വന്നതിന് ശേഷം അധിക സമയവും കൂട്ടിലായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പുറത്തിറങ്ങണമെങ്കിൽ ലിയോ കൂട്ടിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, പേടിച്ചിട്ടാണ്. പക്ഷേ ലിയോൻ്റെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു. എന്നെ എപ്പോൾ കണ്ടാലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എങ്ങനെയെങ്കിലും പുറത്തേക്ക് വന്നിട്ട് എൻ്റെ മേൽ ചാടാനായിരുന്നു ലിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ തൊട്ട് രോഹിത് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവന് നിന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് അവൻ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു രക്ഷയില്ല, എനിക്ക് പേടിയാണ്, ഞാൻ പോവില്ല. അങ്ങനെ എൻ്റെ തൊടാനുള്ളൊരാഗ്രഹം ഒരു ദിവസം ഞാൻ രോഹിത്തിനോട് അങ്ങ് പറഞ്ഞപ്പോഴത്തേക്കും രോഹിത് എന്നെ കൊണ്ടുപോയി. ലിയോ കൂട്ടിലായിരുന്നു. അങ്ങനെ കൂട്ടുന്ന ഞാൻ ലിയോനെ ഒന്നിങ്ങനെ തൊട്ട് നോക്കിയപ്പം പ്രശ്നമൊന്നുമില്ല. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും തൊടാനായിട്ട് ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പം ഇത് മതി, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടല്ലോ ദാസ എന്ന് പറഞ്ഞ പോലെ. ഒരു ദിവസം ഞാനിങ്ങനെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. അമ്മയും രോഹിത്തും എല്ലാവരും ഉണ്ട്. ലിയോ കൂട്ടിലാണെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പുറത്ത് വന്നത്. ഞാൻ പോലും അറിയാതെ ഒരു ദിവസം രോഹിത്ത് ആ കൂട് അങ്ങോട്ട് തുറന്നു. ലിയോ ഓടി ആദ്യം വന്നത് എൻ്റെ അടുത്തോട്ടാണ്. എൻ്റെ മേൽ വന്ന ഒരൊറ്റച്ചാട്ടം. അതായിരുന്നു ഞങ്ങളുടെ ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെൻറ്റ്. ഇത്ര നാളും ലിയോ കാത്തിരുന്നത് ഇങ്ങനൊരു ഹഗ്ഗിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്ക് വന്നപ്പോൾ തൊട്ട് ലിയോനെ ഞാൻ സ്നേഹിക്കാനായിട്ട് തുടങ്ങി. ജീവിതത്തിൽ ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ലാതെ ഞാൻ പറയും, ആ കുറച്ച് ദിവസങ്ങൾ തന്നെയാണെന്ന്. ആ ദിവസങ്ങൾ കൂടി ഞാൻ ലിയോനെ സ്നേഹിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായേനെ. എന്തിനായിരുന്നു ഞാൻ അവനെ അത്രയും ദിവസം അവോയ്ഡ് ചെയ്തത്? എന്തിനായിരുന്നു അവനെ ഞാൻ സ്നേഹിക്കാതിരുന്നത്? ഇപ്പോഴും എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് കേട്ടോ അത്.